IPL 2026 സീസണിൽ 2026 മെയ് മാസത്തിൽ കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഒരു തീപാറുന്ന ലീഗ് മത്സരം നടന്നിരുന്നു. ലീഗിലെ കരുത്തരായ ഈ രണ്ട് ടീമുകൾ തമ്മിൽ നടന്ന ഈ മത്സരം സ്റ്റാർ കളിക്കാരുടെ തകർപ്പൻ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായൊരു കടുത്ത പോരാട്ടമായിരുന്നു. മാർച്ച് 28 മുതൽ മെയ് 31 വരെയായി നടന്ന IPL 2026 സീസണിൽ 10 ടീമുകൾ 74 മത്സരങ്ങളിലായി കിരീടത്തിനായി പോരടിച്ചപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഓരോ കളിയും ഒരുപാട് പ്രാധാന്യമുള്ളതായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആ സീസണിൽ പ്ലേ ഓഫിലെത്തിയില്ലെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ് എന്നിവരായിരുന്നു അന്ന് പ്ലേ ഓഫിൽ കളിച്ചത്. ഈഡൻ ഗാർഡൻസിൽ വെച്ച് അവർ തമ്മിൽ നടന്ന ലീഗ് ഘട്ടത്തിലെ ആ മത്സരം ടൂർണമെന്റിന്റെ ആവേശകരമായ മത്സരബുദ്ധിക്ക് ഒരു തെളിവായിരുന്നു. ഇരു ടീമുകളിൽ നിന്നും കണ്ട പ്രധാന പ്രകടനങ്ങൾ അവരുടെ കടുത്ത മത്സരബുദ്ധിയും കളിക്കാരുടെ നിലവാരവും ശരിക്കും എടുത്തു കാണിച്ചു. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ച് അവരുടെ ബൌളിംഗ് നിര വലിയ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ച് സ്പിൻ, പേസ് ബൌളർമാർ ഒരുപോലെ തിളങ്ങി. ഇടങ്കയ്യൻ റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് 29 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി ഒരു മികച്ച സ്പെൽ തന്നെ എറിഞ്ഞു. അദ്ദേഹത്തിന് പിന്തുണയുമായി ദക്ഷിണാഫ്രിക്കൻ പേസർ ലുങ്കി എൻഗഡിയും എത്തി. എൻഗഡി 27 റൺസിന് 3 വിക്കറ്റ് നേടി തന്റെ പ്രഭാവം തെളിയിച്ചു. ഈ പ്രകടനങ്ങൾ നൈറ്റ് റൈഡേഴ്സിന്റെ സ്കോറിംഗ് നിയന്ത്രിക്കാൻ ക്യാപിറ്റൽസിനെ ഏറെ സഹായിച്ചു. ബാറ്റിംഗിൽ ഡൽഹിക്ക് വേണ്ടി അഭിഷേക് പോറൽ 18 പന്തിൽ 22 റൺസെടുത്തു. അശുതോഷ് ശർമ്മയാകട്ടെ 11 പന്തിൽ അതിവേഗം 18 റൺസും ചേർത്തു. 2025 സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിലെത്തുകയും 2026 നിലനിർത്തുകയും ചെയ്ത KL രാഹുലിന്റെ സാന്നിധ്യം അവരുടെ ബാറ്റിംഗ് തന്ത്രങ്ങളിൽ വളരെ നിർണായകമായിരുന്നു. കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ടോപ്പ് സ്കോറർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഇങ്ങനെ മികച്ച കളിക്കാർ അണിനിരന്ന ഡൽഹി ക്യാപിറ്റൽസ് നിര സീസണിന്റെ മധ്യത്തിലെ ഈ നിർണായക മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തന്നെയാണ് ലക്ഷ്യമിട്ടത്. വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തങ്ങളുടേതായ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ മറുപടി നൽകി. KKRന് വേണ്ടി 2025 ടീമിലെത്തുകയും 2026 നിലനിർത്തുകയും ചെയ്ത വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് താരം റോമാൻ പവൽ വെറും 21 പന്തിൽ നിന്ന് 29 റൺസടിച്ച് നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നിംഗ്സിന് നിർണായക ഊർജ്ജം പകർന്നു. 2012 മുതൽ KKRന്റെ വിശ്വസ്തനായ താരവും 2026 വരെ നിലനിർത്തിയവനുമായ സീനിയർ സ്പിന്നർ സുനിൽ നരിയൻ 38 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി. റൺസ് അധികം വിട്ടുകൊടുക്കാതെ എതിരാളികളിൽ സമ്മർദ്ദം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. KKR ടീമിൽ 2026 സീസണിൽ പരിക്കേറ്റ താരത്തിന് പകരക്കാരനായി എത്തിയ ഇടങ്കയ്യൻ മീഡിയം പേസർ സൗരഭ് ദുബെയും ഉണ്ടായിരുന്നു. ഇത് അവരുടെ പേസ് നിരക്ക് കൂടുതൽ കരുത്ത് പകർന്നു. ലീഗ് ഘട്ടത്തിലെ ഒരു കളി മാത്രമായിരുന്നെങ്കിലും ഈഡൻ ഗാർഡൻസിലെ ഈ മത്സരം വ്യക്തിഗത മികവിന്റെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും ഒരു മികച്ച പ്രദർശനമായിരുന്നു. മാർച്ച് 28 മുതൽ മെയ് 31 വരെ 13 വേദികളിലായി നടക്കുന്ന IPL 2026 സീസണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ മത്സരം. കടുത്ത മത്സരം നടക്കുന്ന ഈ ടൂർണമെന്റിൽ ഓരോ ടീമും തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ പോരാടുമ്പോൾ ഓരോ കളിയുടെയും വലിയ പ്രാധാന്യം ഈ തീവ്രമായ മത്സരം അടിവരയിട്ടു.